സീരിയസ്ലി നോട്ട് ഇൻ ദ മൂഡ് ടു വർക്ക് ഔട്ട്. അതിൻ്റെ ഇടയ്ക്ക് കുറേ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ. ഈ സത്യമാണ് ഡെഡ് ലിഫ്റ്റ് സ്ക്വാട്ട് ഇതൊന്നും ഇഷ്ടമല്ല. നോ, ഐ ഡോണ്ട് കെയർ മാൻ, സീരിയസ്ലി ദീസ് ഗൈസ് എന്നെ ഇൻസൾട്ട് ആക്കിയാൽ ഞാനും ഇൻസൾട്ട് ആക്കും, അത്രേ ഉള്ളൂ. നമ്മൾ ഏത് വർക്കൗട്ട് ചെയ്താലാണ് കൂടുതൽ എഫക്റ്റീവ്, ഏത് സ്പ്ലിറ്റാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്. എൻ്റെ ഫിസിക്കിൻ്റെ അത്ര പോലും ഇല്ലാത്ത ആൾക്കാരൊന്നുമായിട്ട് ഞാനൊരു കമ്പാരിസൺ നിൽക്കില്ല. ഹലോ ഗൈസ്, സോ ഇന്ന് നമുക്ക് ഒരു ഹാംസ്ട്രിങ് ഡേ ആണ് പ്ലാൻ ചെയ്യുന്നത്. സീരിയസ്ലി നോട്ട് ഇൻ ദ മൂഡ് ടു വർക്ക് ഔട്ട്. ഇതേ വയ്യ, നല്ല ഉറക്കക്ഷീണുണ്ട്. പക്ഷേ സീറ്റഡ് ഹാംസ്ട്രിങ്ങുകളാണ് വരുന്നത്. ജസ്റ്റ് ഹാംസ്ട്രിങ്ങും പിന്നെ കുറച്ച് ക്വാഡ്സ്, ഗ്ലൂട്ട്സ്, കാഫ്സ് മാത്രമായിരിക്കും. നോർമൽ വർക്കൗട്ട്, നത്തിങ് സ്പെഷ്യൽ. നോക്കാം എന്താ സ്ഥിതി. തീരെ മൂഡില്ല വർക്കൗട്ട് ചെയ്യാൻ. ലേശം ലേറ്റായി പോയി കിടക്കാൻ. സോ 4 വർക്കിംഗ് സെറ്റ് അല്ലേ? 4 വർക്കിംഗ് സെറ്റാണ്. വർക്കിംഗ് സെറ്റ് എന്ന് പറഞ്ഞാൽ 4 സെറ്റ് പ്രോപ്പർ ഇൻറ്റൻസിറ്റിയിൽ എടുക്കണം. അതിൽ ഒന്ന് വേണമെങ്കിൽ നമുക്ക് വാം അപ്പ് സെറ്റ് എടുക്കാം. അപ്പോൾ ടോട്ടലി 5 സെറ്റ്സ് ഓഫ് സീറ്റഡ് ഹാംസ്ട്രിങ്ങുകളാണ് വരുന്നത്. അതിൻ്റെ ഇടയ്ക്ക് കുറേ വിവാദങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് ഞാൻ ബീഫിനെ പറ്റിയിട്ട് ഒക്കെ. അപ്പോൾ പിന്നെ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്റ്റെറോയിഡിൻ്റെ നെഞ്ചത്തേക്ക് വരിക. അപ്പം അങ്ങനെ വിവരമില്ലാത്തവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. നമ്മളെ പ്രൊഫഷനൊന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ആൾക്കാരെ, ഇത്രയും ബീഫ് തിന്നുന്ന ആൾക്കാർ മിനിമം ബീഫിന്റെ കാലിന്റെ എത്രയെങ്കിലും വേണം. അതില്ലാതെ നമ്മള് റിസൾട്ട് ഇല്ലാതെ പറഞ്ഞിട്ട് കാര്യമില്ല. സോ അത് വാം അപ്പ് സെറ്റാണ്. ഇൻറ്റൻസ് ഉള്ള സെറ്റ്. ഒരു സെറ്റ് കാണിച്ചു തരാം. എല്ലാ സെറ്റും കൂടെ എടുത്ത വീഡിയോ ഭയങ്കര ഡ്യൂറേഷൻ വന്നു. സോ ലാസ്റ്റ് സെറ്റിൽ കാണിക്കാം. അപ്പം നമ്മളെ ലാസ്റ്റ് സെറ്റാണ് സീറ്റഡ് ഹാംസ്ട്രിങ് കേൾസ് വരുന്നത്. പിന്നെ എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാൽ, ഇപ്പം എൻ്റെ അടുത്ത് വർക്കൗട്ട് ചോദിച്ചു വരുന്ന ആൾക്കാരുണ്ട്. ലക്ഷ്മൺ, ഏത് വർക്കൗട്ട് ചെയ്താലാണ് കൂടുതൽ എഫക്റ്റീവ്, ഏത് സ്പ്ലിറ്റാണ് ഞാൻ ഫോളോ ചെയ്യേണ്ടത്, പുഷ് പുൾ ലെഗ് ആണോ അല്ലെങ്കിൽ സിംഗിൾ മസിലാണോ? അപ്പോൾ ഇവരോട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, അത് മണ്ടത്തരാണോ ചോദ്യം. നിങ്ങളിപ്പോൾ പുഷ് പുൾ ലെഗ് ചെയ്ത് നോക്കുക ഒരാഴ്ച, അല്ലെങ്കിൽ 2, 3, 4 ആഴ്ച ചെയ്ത് നോക്കുന്നുണ്ട്. അതിൽ നിങ്ങൾ റിസൾട്ട് ഉണ്ടോ നോക്കുക. റിസൾട്ട് ഉണ്ടെങ്കിൽ അത് ഫോളോ ചെയ്യുക. സിംഗിൾ മസിൽ റിസൾട്ടുള്ള ആൾക്കാരുണ്ട്, അവരാണെങ്കിൽ അത് ചെയ്ത് നിങ്ങൾ അസസ് ചെയ്യണം ഒരാഴ്ച ചെയ്ത് നോക്കിയിട്ട്. അല്ലാതെ വെറുതെ എനിക്ക് DM അയച്ച് ഞാൻ ഇവിടെ ഇരുന്നിട്ട് അത് ചെയ്തോ ഇത് ചെയ്തോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ ലക്ഷ്മൺ പറഞ്ഞിട്ടാണെന്നുള്ള പ്രശ്നം എൻ്റെ തലയിലാവും. അപ്പോൾ ഞാനൊരു എക്സ്പേർട്ട് അല്ല ഇവിടെ ഇരുന്ന് ഒറ്റ നോട്ടത്തിൽ പറയാം. ഒറ്റ നോട്ടത്തിൽ ആർക്കും ഒരു വർക്കൗട്ട് പ്ലാൻ ചെയ്ത് തരാൻ പറ്റില്ല. നോക്കി റിസൾട്ട് ഉണ്ടോ നോക്കി ചെയ്യും. നമ്മളൊക്കെ കോച്ചസ് അങ്ങനെ. നിങ്ങൾ അങ്ങനെ ഒരു അപ്രോച്ച് എടുക്കുക. അതേ സെയിം ഗോസ് വിത്ത് ഡയറ്റ്. ഡയറ്റിലായാലും നിങ്ങൾക്ക് വർക്കാവുന്നത്. ചില ആൾക്കാർക്ക് ഇപ്പോൾ എനിക്ക് പ്രപ്പിൻ്റെ സമയത്ത് ബ്രെഡൊന്നും തരാറില്ല, അത് ഡൈജസ്റ്റീവ് ഇഷ്യൂസ് ഉണ്ടാക്കും പറഞ്ഞിട്ട്. എനിക്ക് ഈസിയായി ഡൈജസ്റ്റ് ആവുക ചോറ് ഇതൊക്കെയാണ്. നേരെ മറിച്ച് സുമേഷ് ചേട്ടന് ഏറ്റവും നന്നായിട്ട് പോവുക ബ്രെഡാണ്. അപ്പോൾ ഓരോരുത്തരും ഓരോ പോലെയാണ്. അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ മുന്നോട്ട് നീങ്ങാം. ഓക്കെ ഞാൻ പറഞ്ഞുതരാം. മോനെ അടുത്ത ഡെഡ് ലിഫ്റ്റാണ് വരുന്നത്. ഈ സത്യമാണ് ഡെഡ് ലിഫ്റ്റ് സ്ക്വാട്ട് ഇതൊന്നും ഇഷ്ടമല്ല. പിന്നെ ചെയ്തില്ല അല്ലേട്ട ചീത്ത ചെയ്യുന്നത് വരിക. മതി, എടുത്ത് ഉടച്ചാൽ മതിയല്ലോ. ആണോ പിന്നെ ഒരു നല്ല ഫിസിക്ക് ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ഈ പണ്ടത്തെ ഈ ഓൾഡ് സ്കൂൾ ബോഡി ബിൽഡേഴ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന ഏറ്റവും വലിയ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ ഫ്രീ മൂവ്മെന്റ്സ് ആണ്. സ്ക്വാട്ട്, ഡെഡ് ലിഫ്റ്റ്, ഫുള്ള് ബാർബൽ ഡംബൽ മാത്രമല്ല. അപ്പോൾ മെഷീനറീസ് ഇല്ല. സോ ടു ബിൽഡ് എ ഫൗണ്ടേഷൻ ഇറ്റ്സ് വെരി ഗുഡ്. ഹലോ, അതവിടെ അപ്പുറം.
ആ ഒതുക്കാനില്ല. ഓ കുറേ ഡെഡ് ലിഫ്റ്റ് ചെയ്തിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്. എനിക്ക് പവർ ലിഫ്റ്റേഴ്സിനെയൊക്കെ സമ്മതിക്കണം. ലോഡ് കണക്കിന് വെയിറ്റ് എടുത്തിട്ട് ഇങ്ങനെ പൊന്തിക്കുക പറയുമ്പോൾ ടു മച്ച് സ്ട്രെങ്ത് ഇത്രേ. അപ്പം വെൻ യു ആർ ലിഫ്റ്റിംഗ് ഹെവി ഓർ വെൻ യു ആർ ലിഫ്റ്റിംഗ് എനിത്തിങ് ഏറ്റവും ബെസ്റ്റ് ഒരു ബെൽറ്റ് യൂസ് ചെയ്യുക. പിന്നെ നല്ലതാണ് കുറച്ച് കയറ്റിയിട്ടാണെങ്കിൽ. അപ്പോൾ ബെൽറ്റ് നമ്മൾ ഈ ഒരു വാരിയല്ലില്ലേ ഇതിൻ്റെ തുടക്ക സ്ഥലത്ത് ഇത് അവസാനിക്കുന്നിടത്ത് കറക്റ്റ് ഇട്ടാലാണ് ബെൽറ്റ് പ്രോപ്പർ യൂസ് ഉണ്ടാവുക. ഓ ലെഗ് ഡേ തീരെ പറ്റില്ല, എസ്പെഷ്യലി ഹാംസ്ട്രിങ്സ് നമ്മളെ ടയേർഡാക്കുമോ. ഓ സോ ഡോണ്ട് മിസ് യുവർ ലെഗ് ഡേയ്സ്, ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതാണ്. എല്ലാവരും ഫുഡ് മര്യാദയ്ക്ക് എടുക്കുക, ബീഫ് കഴിക്കുക. ബീഫിൻ്റെ കാര്യം ഞാൻ അന്ന് വീഡിയോയിൽ മര്യാദയ്ക്ക് പറഞ്ഞ് നമ്മളാരും അങ്ങനെ കുറ്റപ്പെടുത്തി പറഞ്ഞല്ല, നമ്മൾ മര്യാദേൻ്റെ ഭാഷ പറഞ്ഞപ്പോൾ ബോസ് വന്നിട്ട് എന്താണ് ഞാൻ ഈ കുത്തിവെച്ച ആൾക്കാരോട് വർത്തമാനം പറയില്ല. അത് വേറൊരു കാറ്റഗറിയാണ് നമ്മളെ കാണുന്നത്, കുത്തിവെച്ച ആൾക്കാർ. പക്ഷെ നമ്മളെ എൻ്റെ ഈ ഫോർ ആംസിൻ്റെ അത്ര പോലും ഇല്ലാത്ത ആൾക്കാരാണ് എൻ്റെ അടുത്ത് വന്ന് പറയുക കുത്തിവെച്ച് ഉണ്ടാക്കിയല്ലേ. കേൾക്കുമ്പോൾ സത്യം പറയുകയാണെങ്കിൽ സഹതാപമാണ് നിങ്ങളോടൊക്കെ തോന്നുന്നത്. നമ്മളെ പ്രൊഫഷൻ ഇതാണ്. നമ്മളൊരു ഫിസിക്ക് ബിൽഡ് ചെയ്യാന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ട്. കുറേ പേര് കുത്തി വെക്കുന്നുണ്ട്, പക്ഷെ ഒറ്റ ക്രിസ് ബംസ്റ്റഡല്ലേ ഉള്ളൂ. അവരെ ഹാർഡ് വർക്ക് ആൻഡ് ഫ്രെയിം ഗോഡ് ഗിഫ്റ്റഡ് ഫ്രെയിം കൊണ്ടാണ്. പക്ഷെ ഞാനിപ്പം ഈ നിലയിൽ എത്തിയിട്ട് എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടും പല ആൾക്കാരുടെ സഹായം കൊണ്ടാണ്. അപ്പോൾ ഒരു വിഭാഗം ആൾക്കാരെയാണ് നിങ്ങൾ തള്ളി പറയുന്നത്, ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആൾക്കാരെ. ഓക്കെ, സോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ മേക്കപ്പ് ഇടുന്ന പെണ്ണുങ്ങളെ കല്യാണം കഴിക്കാൻ പാടില്ല, മേക്കപ്പ് ഇടുന്ന പെണ്ണുങ്ങളെ നോക്കരുത്, അതൊക്കെ ഫേക്ക് ആണല്ലോ. സോ രണ്ടും അതേപോലെ തന്നെയാണ്. ഓക്കെ, നമ്മൾ ആരും ഉപദ്രവിക്കാതെയാണ് ഇത് ചെയ്യുന്നത്. സോ അതിന് ഇത്ര ക്രൂശിക്കപ്പെടുക എന്ന് പറയുമ്പോൾ ഒരു വീഡിയോയിൽ വന്നിട്ട് പറഞ്ഞതെന്ന് വെച്ചാൽ അമ്മേനോട് ചോദിക്കുകയാണെങ്കിലും ഞാൻ കുത്തിവെച്ചുണ്ടാക്കിയ ഇതാണ്, അത് ലോജിക്കില്ലാത്ത സംസാരം. അതായത് പിന്നെ അതിൽ ഓവർ ഇൻവോൾവ് ആവാത്ത ഞാനൊരു കാര്യം പറഞ്ഞ് ഞാനത് വിടും. സോ ഇപ്പം എന്നോട് കുറേ പേര് ചോദിച്ചു അതിന് റിപ്ലൈ കൊടുക്കൂ. നോ, ഐ ഡോണ്ട് കെയർ മാൻ, സീരിയസ്ലി. ദീസ് ഗൈസ് ലൈക്ക് ഇത്രയും ഇവർ എൻ്റെ ഫിസിക്കിൻ്റെ എന്നെ ഇൻസൾട്ടാക്കിയാൽ ഞാനും ഇൻസൾട്ടാക്കും, അത്രേ ഉള്ളൂ. സോ എൻ്റെ ഫിസിക്കിൻ്റെ അത്ര പോലും ഇല്ലാത്ത ആൾക്കാരൊന്നുമായിട്ട് ഞാനൊരു കമ്പാരിസൺ നിൽക്കില്ല. സോ അതാണ്, നമ്മളെത്ര കഷ്ടപ്പെട്ടാലും ആൾക്കാർക്ക് എൻ്റെ പറയാനുണ്ടാവുക കുത്തിവെച്ചുണ്ടാക്കിയതാണ്. പിന്നെ നീയൊക്കെ കുത്തി വെക്കുക, എത്ര ഉണ്ടാവും നോക്കാം, ഒന്നും ആവില്ല. സോ പുട്ട് സം റെസ്പെക്റ്റ് ഓൺ അവർ നെയിം, റൈറ്റ്? ഇല്ല, നമ്മളെ കഷ്ടപ്പെടുന്ന ആൾക്കാരില്ല, എല്ലാവരും ഓരോരുത്തർ സന്തോഷത്തിന് വേണ്ടിയില്ല കഷ്ടപ്പെടുന്നത്. എല്ലാം ഓരോരുത്തരും സന്തോഷം. ഞാനൊരു ഡ്രസ്സ് ഇടുന്നു, എൻ്റെ സന്തോഷം ഞാൻ ചെയ്യുന്നത്, അത് റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. ഒരാളെ സന്തോഷത്തിന് നിങ്ങളെ മേളിൽ അത് ഫോഴ്സ് ചെയ്യാൻ നമ്മൾ വരുന്നില്ലെങ്കിൽ അത് നമ്മളെ സന്തോഷമാണ്. അതിനെ റെസ്പെക്റ്റ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ നമ്മളൊരു കൾച്ചറില്ലാത്ത സ്വഭാവം കാണിക്കരുത്. എത്ര അടിച്ചേ? ഒന്നും കൂടെ അല്ലേ, അത് അറൗണ്ട് ഒരു 110 kg ഉള്ളൂ. നമ്മൾ പ്രോപ്പർ ക്ലീൻ 1 rep മാക്സ് ഒക്കെ എടുക്കുകയാണെങ്കിൽ കൂടുതൽ പോകും. പിന്നെ എന്താ വെച്ചാൽ ഇതൊക്കെ പറയേണ്ടി വരുന്ന ഗതികേടാണ്. ഇപ്പം ഇന്നത്തെ ആൾക്കാർക്ക് ഒരു ക്രിട്ടിസൈസിങ് നേരിടാനുള്ള ചങ്കുറപ്പില്ല. ഒരാൾ ക്രിട്ടിസൈസ് ചെയ്യുമ്പോൾ നേരെ ഈഗോയിലേക്കാണ് ഷിഫ്റ്റ് ആവുന്നത്. എന്താ വെച്ചാൽ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ട്രെൻഡ് ഞാൻ കണ്ടെന്ന് വെച്ചാൽ പുട്ടിങ് ഈച്ച് അതേഴ്സ് ഡൗൺ. ഒരാളെ ചവിട്ടി താത്തിയിട്ട് വേണം ഫെയിമും നന്നാവലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട്. സോ ഒരാളെ ഹാർഡ് വർക്കിനെ ചവിട്ടി താത്തുന്നത് ശരിയല്ല. ഗുഡ്. 2 3 4 5 1 yeah.
Oh. Oof. Yeah. That was. മറ്റേ സ്ട്രാപ്പ് ഉപയോഗിക്കേണ്ടി വരും നമുക്ക്. ഓ നീ ഏതാ? അടുത്ത് സിംഗിൾ ലെഗ് പ്രസ് ആണ് വരുന്നത്. Today it will be less talks, so I'm too tired to talk. സിംഗിൾ ലെഗ് പ്രസ് ആണ്. ഒരു കാര്യം ഉപയോഗിച്ച് ലെഗ് പ്രസ് ചെയ്യുക. ഇന്നത്തെ ദിവസം ഒരുമാതിരി ഉണ്ട് സത്യം പറയുകയാണെങ്കിൽ. ഇന്ന് ലെഗൊന്നും കളിക്കാൻ ആവുന്നില്ല. പിന്നെ അതാണ്, ഇങ്ങനത്തെ ദിവസം ഉണ്ടാവും, ആവാത്ത ദിവസം ഉണ്ടാവും നമുക്ക്. അപ്പം വേറെ ആരെങ്കിലും ആണെങ്കിൽ എനിക്ക് വയ്യാന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കും. പക്ഷെ എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല, ജീവിക്കണ്ടേ, അടുത്ത കോമ്പറ്റീഷൻ ചെയ്യണ്ടേ. ഓക്കെ, അതിൽ ഓടുണ്ടല്ലോടാ. ഓ ജമാന്റെ മുട്ട്. പന്ത്രണ്ടല്ലേ? ഒരു വർക്കൗട്ട് ഫുൾ എടുത്താണ്. ഓ അപ്പൊ ഇനി അടുത്ത കാല്. Alright. Yep. 1, 2, 3. Oh. 5. Right. 9. 10. ഓ ഇത് മതിയില്ലല്ലോ അവിടെ. 13. So the glutes and quadsഉം കിട്ടുന്നുണ്ട്. ഗ്ലൂട്ട്സും കിട്ടുന്നുണ്ട്. ഒക്കെയാണ് പരിപാടി. അത്ര കഷ്ടപ്പാടുണ്ട്. സത്യം പറയുകയാണെങ്കിൽ ലെഗ് പ്രസ് ഒരു സെറ്റും കൂടെ ഉണ്ട് നമുക്ക്. ലെഗ് പ്രസ് കഴിഞ്ഞിട്ട് അഡക്ടറും കൂടെ കഴിഞ്ഞാൽ വൈൻഡപ്പ് ആണ്. എന്താ വെച്ചാൽ പറയുക, ഒന്നും പറയാനില്ല, ഒന്നും തീരെ വർത്താനം പറയാൻ മൂടില്ല സത്യം പറയുകയാണെങ്കിൽ. സോ ഏതാ വണ്ടി? ഏതാ എൻഫീൽഡിൻ്റെ? എല്ലാം അടിച്ചോ, ഫസ്റ്റ് എടുത്തോ. അപ്പം പിന്നെ എനിക്ക് പറയാനുള്ള ഈഗോ ലിഫ്റ്റേഴ്സിനോടാണ്. ഈ ഇൻഫ്ലുവൻസേഴ്സ് തന്നെ ഈഗോ ലിഫ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഈ ഇൻഫ്ലുവൻസിങ് എന്ന് പറഞ്ഞാൽ നമ്മളൊരു സൊസൈറ്റീനെ, നമ്മളെ നോക്കി കണ്ടുവരുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. ആ സൊസൈറ്റീനെ ഇൻഫ്ലുവൻസ് ചെയ്യുക. ആ സൊസൈറ്റി നമ്മളെ അനുകരിക്കാൻ തുടങ്ങും, നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങും, നമ്മളെ ശരിയെന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഓരോ മണ്ടത്തരം ചെയ്തിട്ട് ഓരെയും കൂടെ വെട്ടിലാക്കരുത്. ഈഗോ ലിഫ്റ്റേഴ്സിനോട് പറയാനുള്ളത്, നിങ്ങൾ ലിഫ്റ്റ് ചെയ്തോ, പക്ഷെ നിങ്ങൾ ഡിസ്ക്ലൈമർ വെക്കുക, എങ്ങനെ ലിഫ്റ്റ് ചെയ്യാൻ പാടില്ല, ഇത് ഫോം തെറ്റായിരിക്കാം, ഞാൻ ജസ്റ്റ് എൻ്റർടൈൻമെൻറ്റ് പേർപ്പസിന് വേണ്ടി ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചെയ്യാം. അല്ലാണ്ട് നിങ്ങൾ ഈ കണ്ട വെയിറ്റ് ഒക്കെ ഇട്ടിട്ട്, ഇപ്പോൾ ലെഗ് പ്രസ് എന്നാൽ ഞാൻ ആരോ 600 കിലോയോ 550 കിലോ എങ്ങാണ്ടിട്ട് അടിക്കുന്നത് കണ്ടാണ്. ആരും പേഴ്സണൽ അറ്റാക്ക് അല്ല കേട്ടോ, നിങ്ങൾ റിയാക്ട് ചെയ്യണോ റിയാക്ട് ചെയ്തോ, എനിക്കൊന്നും ആവില്ല. അപ്പോൾ
550 കിലോ ഇട്ടിട്ട് ലെഗ് പ്രസ്സിൽ ഇങ്ങനെ 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 അടിക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കുറേ കമൻറ്റ് ഇട്ട് അടിപൊളി അതാണ് ഇതാണ്. അപ്പോൾ ആൾക്കാരെ വിചാരം അത് ശരിയാണ്. അത് ഈ മുട്ടുവേന ഊരവേന അത് ഇത് എന്ന് പറഞ്ഞിട്ടുള്ള ഇഷ്യൂസ് വരുത്താൻ സാധ്യത. നിങ്ങളൊരു കൂട്ടം ആൾക്കാർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സോ ട്രൈ ടു ഇൻഫ്ലുവൻസ് ഗുഡ്. ലെറ്റ് യുവർ ഇൻഫ്ലുവൻസ് ഷൈൻ ഓൺ അതേഴ്സ് പോസിറ്റീവ്ലി. സോ അങ്ങനെ ചെയ്യുക. അല്ലാതെ നമ്മളിപ്പോൾ വെറുതെ എന്തെങ്കിലുമൊക്കെ കാട്ടി കൂട്ടിയിട്ട് കാര്യമില്ല. ഈഗോ ലിഫ്റ്റേഴ്സിനോട് മെയിനായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഈഗോ ലിഫ്റ്റിംഗ് ഇന്ന് ഇൻഫ്ലുവൻസേഴ്സിനോട്. എൻ്റർടൈൻമെൻറ്റ് പേർപ്പസ് ഇറ്റ്സ് ഫൈൻ, ഇറ്റ്സ് വെരി ഗുഡ് വാട്ട് യു ആർ ഡൂയിങ്. എൻ്റർടൈൻമെൻറ്റിന് വേണ്ടി ലൈക്കിന് വേണ്ടി ചെയ്യുന്ന ഒരു പ്രശ്നമില്ല. പക്ഷേ അതിന് മുന്നേ ഡിസ്ക്ലൈമർ കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇത് ഫോമിന് ഇതുണ്ടാവാം. അങ്ങനെ ചെയ്യുമ്പോൾ ഇറ്റ്സ് ബെറ്റർ ഫോർ ദ സൊസൈറ്റി. നല്ല ചെയ്ത് ജീവിക്കുക എന്നല്ലാണ്ട്. എനിവേ ലെഗ് ഡേ വാസ് ഈ ദിവസം പ്രതി ബോറിംഗ് ആയിരുന്നു ടു ബി ഓണസ്റ്റ്. ഹാവ് നത്തിങ് ടു സേ. വീഡിയോ ഇസ് എ ബ്ലാങ്ക് വീഡിയോ ടു ബി ഓണസ്റ്റ്. 2-3 വർക്കൗട്ട് കാണിച്ചു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിൻ്റെ അകത്തില്ല. നമുക്ക് വേറെ പ്ലാൻസ് ആയിരുന്നു. ഐ വാസ് പ്ലാനിങ് വിത്ത് പ്രതി ഫേമസ് ഗായ്. പക്ഷേ സം തിങ്സ് വെന്റ് ഡൗൺ. എത്തിപ്പെടാൻ പറ്റിയില്ല. സോ യാ, മേ ബി നെക്സ്റ്റ് വീഡിയോ ഓർ അതിൻ്റെ അടുത്ത വീഡിയോ പുള്ളിയുടെ കൂടെ ഞാൻ എടുക്കും. ഒന്ന് കാണിച്ചു നോക്കി. സീ ദാറ്റ് ആ മൂവ്മെൻറ്റ് കണ്ടത് വരുന്നേ. ലൈക്ക് അത് മെല്ലെ താഴത്തേക്ക് വന്ന് ഫുൾ ഫ്ലെക്ഷൻ എന്നിട്ട് അപ്പ്, ഫുൾ ഫ്ലെക്ഷൻ, യെസ്, ദെൻ അപ്പ്. അതാണ് പ്രോപ്പറായിട്ടുള്ള ലെഗ് പ്രസ് മൂവ്മെൻറ്റ് വരുന്നത്. അല്ല നിങ്ങൾ പകുതി കൊണ്ടുവന്ന് അടിച്ചിട്ട് ഒരു കാര്യമില്ല. ഒരു മൂവ്മെൻറ്റും അങ്ങനെ അടിച്ചപ്പോൾ ഞാൻ തന്നെ എൻ്റെ വീഡിയോയിൽ ഇപ്പോൾ ഞാൻ തെറ്റടിക്കുന്ന ഞാൻ അടിയിൽ കമൻറ്റിലിടും ഇതിൽ തെറ്റുണ്ട്, നിങ്ങൾ ആരും അനുകരിക്കരുത്. ഞാനെല്ലാം തികഞ്ഞ ആളെ ശേഷം നമ്മളെ നോട്ടീസ് നമ്മൾ പറയും. ഓരോരുത്തർക്ക് ഓരോ മൂവ്മെൻറ്റ് പറഞ്ഞിട്ടുള്ള. എന്നോട് സ്പീഡിൽ ഓടാൻ പറഞ്ഞാൽ മൂഞ്ചി നായി കടിക്കുന്നല്ലാണ്ട് ഓടി രക്ഷപ്പെടാൻ കഴിയില്ല. ലാസ്റ്റ് സെറ്റാണ്. ഹെവി മൂവ്മെന്റ്സ് ഒക്കെ ഇതോടെ കഴിഞ്ഞു. ഇടയ്ക്ക് തോന്നുന്നു ഏതെങ്കിലും ഓഫീസിൽ ഫാനിൻ്റെ ചോട്ടിലിരുന്ന് പണിയെടുത്താൽ മതിയെന്നു ഇങ്ങനത്തെ ഓരോ ദിവസം. പറ്റൂല. ചോദിച്ചാൽ എന്താ, പണിയില്ല, ഓൺലൈൻ ട്രെയിനിങ് ആണ്, സുഖമാണ്. പക്ഷെ അവിടേക്ക് എത്തിപ്പെടാനുള്ള ബുദ്ധിമുട്ടുണ്ട്. അമ്മ പറഞ്ഞാലും മനസ്സിലാവില്ല. ഞാൻ കഷ്ടപ്പെട്ടൊരു സമയം ഉണ്ടായിരുന്നു. ഓക്കെ, എടാ ഇനി അഡക്ടറല്ലേ ഉള്ളൂ. ഓക്കെ, ഹെവി മൂവ്മെന്റ്സ് ആർ ഡൺ. അയ്യ. സോ എന്നോട് ഒരു ബോഡി ബിൽഡർ ആവാൻ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ലക്ഷ്മൺ ഒന്ന് എന്നെ ഗൈഡ് ചെയ്യൂ. BMW. ഓക്കെ പോട്ടെ. എന്നെ ഗൈഡ് ചെയ്യൂ. ബോഡി ബിൽഡർ ആവാൻ എന്താ ചെയ്യേണ്ടത്, നല്ലൊരു ഫ്രെയിമിന് എന്താ ചെയ്യേണ്ടത്, കഷ്ടപ്പെടുക. വേറെ ഒന്നും എനിക്ക് പറയാനില്ല. മെനക്കെടുക. അപ്പോൾ ഇത് നിങ്ങൾ കാണുന്നത് 7-ൽ 1 ഇതിനെക്കാട്ട് കഷ്ടപ്പെടുന്ന എത്ര ബോഡി ബിൽഡേഴ്സ് ഉണ്ട്. സോ ക്ലീൻ അപ്പ് യുവർ ഡയറ്റ്, ബി ഡിസിപ്ലിൻഡ്, വർക്കൗട്ട്. നിങ്ങൾ ഇപ്പോൾ ഒരു ബോഡി ബിൽഡർ ആവാൻ എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ സന്തോഷം, സുഖം, റിലാക്സേഷൻ തരുന്ന എല്ലാ കാര്യങ്ങളും ഒഴിവാക്കുക. അതാണ് ബോഡി ബിൽഡിങ്. സത്യം പറയാം, നിങ്ങൾക്ക് ഫ്രണ്ട്സിനോട് പുറത്തു പോകാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ മീൽ ടൈമിങ്, വർക്കൗട്ട് ടൈമിങ്, അത് ഇത് മൂഡ് സ്വിങ്സും ഒക്കെ. ട്രിപ്പ് പോകാൻ പറ്റില്ല, ഡയറ്റ് ഇഷ്യൂ ആവും. പിന്നെ നിങ്ങളൊരു സീരിയസ് ബോഡി ബിൽഡർ ആണെങ്കിൽ മെഡിസിൻസ് യൂസ് ചെയ്യുമ്പോൾ മൂഡ് സ്വിങ്സ് ആർ ലൈക്ക് ഹെൽ. സോ അത് നിങ്ങൾക്കൊരു സ്ഥലത്ത് എത്തിയാൽ നിങ്ങൾ വീട്ടിൽ പോകേണ്ടി വരും, റിലാക്സ് ചെയ്യേണ്ടി വരും, ഇമോഷണലി അൺസ്റ്റേബിൾ ആവും. അപ്പോൾ ബോഡി ബിൽഡർ ആവേണ്ട ആൾക്കാർ ഇതൊക്കെ മനസ്സിൽ കണ്ടിട്ട് വേണം. ദിസ് ഈസ് നോട്ട് എ ജോക്ക്. ഈ സ്പോർട്ട് ഒരിക്കലും ഒരു ജോക്കല്ല. പുറത്തുനിന്ന് ഇഞ്ചക്ഷൻ കുത്തി ഉണ്ടാക്കിയതാണ് ഈ അങ്ങനത്തെ മണ്ടന്മാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, ഇതെന്ന് വെച്ചാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള, ഏറ്റവും എൻ്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും ഹാർഡസ്റ്റ് സ്പോർട്ടാണ് ബോഡി ബിൽഡിങ്. നമ്മൾ ഉറക്കം നോക്കണം, 8 മണിക്കൂർ ഉറക്കം, ഭക്ഷണം, സാക്രിഫൈസസ്. ലൈക്ക് എന്താ വെച്ചാൽ ഇപ്പോൾ ലവ് ലൈഫ് ആണെങ്കിൽ എൻ്റെ റിലേഷൻഷിപ്പ് തന്നെ ലൈക്ക് അവളത്രയും മെച്ചുവർ ആൻഡ് സ്റ്റേബിൾ ആയതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു റിലേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നത്. എല്ലാ ബോഡി ബിൽഡേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഒരു സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് അവിടെ നിൽക്കാൻ തോന്നില്ല. നമുക്ക് വീട്ടിൽ നിന്ന് അവിടെ പോകേണ്ടി വരും, പക്ഷെ അവിടെ എത്തിയാൽ തിരിച്ച് വീട്ടിൽ വരാൻ തോന്നും. പിന്നെ നമുക്ക് ഒന്ന് ഡയറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടായി പോയാൽ നമുക്ക് ആങ്സൈറ്റിയാണ് മെൻ്റലി.
പിന്നെ വർക്കൗട്ട്. ചില ദിവസം ലെഗ് ഡേ കഴിഞ്ഞാൽ എങ്ങോട്ട് പോകാൻ പറ്റില്ല. സോ അപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഗേൾസിനോടായാലും, ഇഫ് യു ട്രൈങ് ടു ഡേറ്റ് എ ഗൈ വിത്ത് എ ലോട്ട് ഓഫ് മസിൽ ഓർ എ ബോഡി ബിൽഡർ, പ്രിപ്പയർ ഫോർ എ ലോങ് റൺ. നമുക്ക് നിങ്ങൾ വിചാരിക്കുന്ന ഒരു ടിപ്പിക്കൽ പൂന്തോട്ടം കാമുകനായിരിക്കില്ല. നമ്മൾ ഭയങ്കര എല്ലാം നമ്മളെ ഹൈറ്റ് എൻഡ് ആയിരിക്കും. വിൽ ബി ഇറിറ്റേറ്റഡ്. നിങ്ങളെക്കാട്ടും മൂഡ് സ്വിങ്സ് ആയിരിക്കും നമുക്ക്. സോ ബോഡി ബിൽഡിങ്ങിനെ പുച്ഛിക്കുന്ന ആൾക്കാരും ബോഡി ബിൽഡിങ്ങിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരും ഇതൊക്കെ കേട്ടിട്ട് വരാം. ഓക്കെ, ഈ പുച്ഛിക്കുന്ന ആൾക്കാർക്ക് രാത്രി പോയിട്ട് ഫ്രണ്ട്സിനോട് ഹാങ് ഔട്ട് ചെയ്ത് വെള്ളം അടിച്ചിട്ട് വരാം. നമുക്കത് പറ്റില്ല. ഓക്കെ, സോ ഇറ്റ്സ് എ വെരി സാക്രിഫൈസസ് ആർ ടു മച്ച് ഈ സ്പോർട്സിന്. ഇപ്പോൾ എനിക്ക് എൻ്റെ ആഗ്രഹം എന്താ, ലേറ്റായി എണീറ്റ് എൻ്റെ ഫ്രണ്ട്സിനെയൊക്കെ കണ്ട് ഓളെ കൂടെ പുറത്ത് പോയി. എനിക്ക് പറ്റില്ല. ഇനിയിപ്പോൾ വീട്ടിൽ പോകണം, മീലെടുക്കണം, കഴിഞ്ഞിട്ട് ഒന്ന് കിടന്നുറങ്ങണം, കഴിഞ്ഞിട്ട് അടുത്ത മീൽ കാർഡിയോ, നെക്സ്റ്റ് മീല് പിന്നെ ഞാൻ ദേവികേൻ്റെ കൂടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യും. ദാറ്റ്സ് ഓൾ ഇൻ മൈ ലൈഫ് നൗ. അപ്പോൾ ഞാൻ എൻ്റെ കരിയറിലേക്ക് കൂടുതൽ അടുക്കാൻ തുടങ്ങുമ്പോൾ ഐ കട്ട് ഔട്ട് പീപ്പിൾ. എനിക്ക് ആൾക്കാരെ ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റില്ല. പിന്നെ ചെറിയ ടോക്സിസിറ്റി ഉള്ള ആൾക്കാരെയൊക്കെ ഒഴിവാക്കുകയും ചെയ്യും. സോ ഇറ്റ്സ് ബെറ്റർ നൗ, ലൈഫ് ഇസ് ഗുഡ്. സോ ഇഫ് യു ട്രൈങ് ടു ബി എ ബോഡി ബിൽഡ്, ഇതൊക്കെയാണ് ഇതിൻ്റെ സംഭവങ്ങൾ. ഈ വീഡിയോയിലൊക്കെ കാണുന്നത് 0.0001% മാത്രമാണ്. മെൻ്റൽ ഗെയിമേഴ്സ്, നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, മെൻ്റലി ബോഡി ബിൽഡിങ് എഫക്റ്റ് ചെയ്യുന്ന ഓൾ ദീസ് മെഡിസിൻസ്, വർക്കൗട്ട്, ഡയറ്റ്. നിങ്ങൾ ഈ ഒരു ഡയറ്റ്, കാലറി ഡെഫിസിറ്റ് പ്രോപ്പറായിട്ട് ഒരു കോമ്പറ്റീഷൻ ലെവലിൽ ഫോളോ ചെയ്തെങ്കിൽ മനസ്സിലാവും എത്ര ബുദ്ധിമുട്ടൊരു ബോഡി ബിൽഡർ അനുഭവിക്കുന്നത്. സോ ഇനി അഡക്ടറാണ് വരുന്നത്. സോ ബോഡി ബിൽഡിങ്ങിനെ പറ്റി പറഞ്ഞാൽ ഞാൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കും. അഡക്റ്റേഴ്സ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഞാൻ എൻ്റെ മറ്റേ വീഡിയോയിലൊക്കെ പറഞ്ഞ പോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അഡക്ടർ. പിന്നെ ചുരുക്കത്തിൽ പറഞ്ഞാൽ എല്ലാവർക്കും മസിൽ വേണം. എൻ്റെ കമൻറ്റ് ബോക്സിലൊക്കെ വന്നിട്ട് സൂചിയും കുന്തും വാളും ഒക്കെ ഇടുന്ന ആൾക്കാർക്ക് മസിൽ വേണം, എന്നെപ്പോലെ ഫ്രെയിം വേണം, അത്രയേ ഉള്ളൂ. മാസ്കുലിനായിട്ടുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും നല്ലൊരു ശരീരം ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അത് നിങ്ങളെത്ര മറച്ചു വെച്ചാലും നമുക്കത് അറിയാം. പിന്നെ എന്നെ ഹെയ്റ്റ് ചെയ്യുന്ന ആൾക്കാർ ചത്താലും നിങ്ങളൊന്നും എന്നെ പോലെ ആവുകയില്ല. പിന്നെ എന്നെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് ഐ റിയലി ലവ് യു ഗൈസ്. നിങ്ങളിപ്പോൾ ഈ യൂട്യൂബ് ചാനലെല്ലാം നിലനിൽക്കാൻ കാരണം തന്നെ നിങ്ങളാണ്. ഐ വിൽ ബി ഓൾവേസ് ഗ്രേറ്റ്ഫുൾ ടു യു ഗൈസ്. ഓക്കെ, സോ വി മൂവ് ഓൺ ടു അഡക്റ്റീവ്സ്. അമ്മേ, adductors enhances the size of the leg. So any guys out there missing the adductors train ചെയ്യാം. Very good for overall leg size. Quad sweep, എനിക്കൊക്കെ quad sweep, I am not a quad sweep guy. എനിക്കിപ്പോൾ ലെഗിൻ്റെ സൈസൊക്കെ ഇമ്പ്രൂവ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ചാൻസസ് ആ ബിൽഡിങ് അഡക്റ്റേഴ്സ്. സോ too much. അവൻ്റെ ഗേൾ ഫ്രണ്ടിനോട് വർത്താനം പറയും. ഞാനും മൂലയിൽ പോയിരുന്നു വർത്താനം പറയുന്നത്. കല്യാണമാണ്, എല്ലാവരും വരണം. ദയവ് ചെയ്തിട്ട് ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ എൻ്റെ ബ്രേക്കപ്പ് സ്റ്റോറി പറഞ്ഞു. ദയവ് ചെയ്തിട്ട് ആരും വന്നിട്ട് ലക്ഷ്മൺ റിലേഷൻഷിപ്പ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഓളെന്നെ പറ്റിച്ച് പോയി എന്ന് പറഞ്ഞാൽ എനിക്കിതിനെ പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ അറിയില്ല. പറ്റിച്ച് പോയെങ്കിൽ വിഷമം ഉണ്ടാവും, കരഞ്ഞ് തീർക്കണോ പറ്റിച്ച് പോയിട്ടുണ്ടെങ്കിൽ. അതപ്പോൾ ഞാൻ ഇവിടുന്ന് പറയാം അങ്ങനെയാണ് കാര്യമില്ല, സങ്കടം ഉണ്ടാവും, കരഞ്ഞ് കുറച്ച് ടൈം ഹീൽസ് എവറിത്തിങ്. നിങ്ങളെ ബ്രേക്കപ്പ് സ്റ്റോറീസ് ആയിട്ട് എൻ്റെ DM വരരുത്. ഒന്നാമത് അതൊക്കെ വായിക്കുക ദേവികയായിരിക്കും. ദേവിക ഇതൊക്കെ വായിച്ചിട്ട് ഓൾക്ക് ഒരു എൻ്റർടൈൻമെൻ്റ് ആണ്. ഞാനായിരിക്കില്ല അത് നോക്കാം. അപ്പോൾ അക്കൗണ്ടിൽ മെസ്സേജ് വരുമ്പോൾ ചിലപ്പോൾ റിപ്ലൈ കിട്ടില്ല വിചാരിച്ചാൽ ദേവിക നോക്കുന്നുണ്ട്. അവളാണ് എൻ്റെ അക്കൗണ്ട് മാനേജ് ചെയ്യുക. എനിക്കിത് ഇത്രയും റിപ്ലൈ ഒന്നും ഇതും വർക്കൗട്ട് ഡയറ്റ് എല്ലാം നോക്കാൻ കഴിയില്ല. അപ്പോൾ ഞാൻ അവളെ കൊടുക്കും. നിങ്ങൾ ഈ ബ്രേക്കപ്പ് സ്റ്റോറിയൊക്കെ മെനക്കെട്ട് എഴുതിയിടുമ്പോൾ ദേവിക കുറേ കണ്ടിട്ട് അതിങ്ങനെയല്ലേ എങ്ങനെ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ട് നിങ്ങൾ വെറുതെ അയക്കണ്ട. അതിനൊന്നും അധികാരമായിട്ട് പറയാൻ എനിക്കറിയില്ല. ഐ എം നോട്ട് എ ഗുഡ് ഗൈ ടു ഗിവ് റിലേഷൻഷിപ്പ് അഡ്വൈസസ്. എന്താ വെച്ചാൽ നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് ഇപ്പം ഈ ആൽഫ ബേറ്റ എന്നൊക്കെ പറയുന്ന ഒരാളുണ്ടല്ലോ, നമ്മൾ എന്തൊക്കെ ആൽഫയാണെങ്കിലും ദർ ഇസ് ഓൾവേസ് എ ബിഗർ ഫിഷ്. നമ്മൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊന്നും ജീവിതത്തിൽ ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമ്മളെ തിരഞ്ഞ് നമ്മളായി നിൽക്കുമ്പോൾ നമ്മളെങ്ങനെയാണ്, നമ്മളെ നേച്ചർ എങ്ങനെയാണ്, നമ്മൾ ചെയ്യുന്ന എന്താണോ അത് ഇഷ്ടപ്പെട്ട് വരുന്ന പെണ്ണുങ്ങളും അത് കണ്ടിട്ട് നിൽക്കുന്ന പെണ്ണുങ്ങളെ നിൽക്കുകയുള്ളൂ. അതായത് നമ്മളെ ഫാൻസി, ഇപ്പം എൻ്റെ ബോഡി കണ്ട് വരുന്ന പെണ്ണുങ്ങളൊക്കെ അതിൻ്റെ ബോഡി പോയാൽ പോകും. പക്ഷേ ഞാൻ എന്തെങ്കിലും ആവുന്നതിന് മുന്നേ കണ്ടുമുട്ടിയ ആളാണ് അവള്.
അതാണ് നമ്മളെ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഒരാളായിട്ട് നിൽക്കുക. ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മളെ ആൽഫ അതൊന്നും വേണ്ട. നമ്മളെ ജീവിതം സന്തോഷപരമായിട്ട് റെസ്പോൺസിബിലിറ്റിയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ തന്നെ വി ആർ ഓൾ ആൽഫാസ്. വി ആർ നോ ബഡി ടു ജഡ്ജ് എനി വൺ. ഇപ്പം റോട്ടിൽ കൂടെ പോകുന്ന മുണ്ടെടുത്ത് പോകുന്ന സാധാ ഒരാൾക്ക് വേണം എന്നെ അടിച്ച് നിലത്തിടാം. അവിടെ ആൽഫ ബേറ്റാന്നൊന്നുമില്ല. സോ റിലേഷൻഷിപ്പ് അഡ്വൈസേഴ്സായിട്ട് ഒന്നും ചോദിച്ചിട്ട് വരരുത്. ആകെ അറിയുന്ന പരിപാടി ഇരുമ്പെടുത്ത് വെക്കുക, ഒന്നിക്കുക വെക്കുക. ഈ തേപ്പൊക്കെ വരും പോകും, മസില് കളിച്ചാൽ പോകില്ല. വെയിറ്റ് കൂട്ടിപ്പോയോ എന്നൊരു സംശയം. മറ്റേ വീഡിയോ ഉണ്ട്, നല്ല ഇതായിപ്പോയി, നല്ല റീച്ചായി പോയി. താങ്ക് യു ഗൈസ് ഫോർ അക്സെപ്റ്റിങ്ങിന്. ആദ്യമായിട്ട് എനിക്ക് അത്ര മലയാളി ഓഡിയൻസിന് കിട്ടുന്ന, അല്ലെ ഹിന്ദി ഓഡിയൻസ് ഒക്കെയാണ്. താങ്ക് യു ഫോർ യുവർ സപ്പോർട്ട് ആൻഡ് എവറിത്തിങ്. അതേ സപ്പോർട്ട് ഈ സബ്സ്ക്രൈബേഴ്സിൽ കാണിക്കുകയാണെങ്കിൽ കഴിച്ചിലായി പോയി. ഓ ഐ നോ ടുഡേ ഇസ് നോട്ട് എൻ എക്സൈറ്റിംഗ് വീഡിയോ, പക്ഷെ ചില ഡേയ്സ് ഇങ്ങനെയാണ്. അപ്പോൾ ഞാൻ അതും കൂടി കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എല്ലാ സമയത്തും ഇങ്ങനെ ബ്ലാ 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 അല്ല ഞാൻ. മോസ്റ്റ്ലി ഐ ആം എ വെരി സൈലൻറ്റ് ഗായ്. എനിക്കൊരു എൻ്റെ കംഫർട്ടബിൾ ആൾക്കാരുടെ അടുത്ത് മാത്രമാണ് ഞാൻ ഡയലോഗ് വിടുള്ളൂ. ബാക്കിയുള്ളവരുടെ അടുത്ത് ഞാൻ ഭയങ്കര സൈലൻ്റ് ആണ്, ഭയങ്കര സെൽഫ് കോൺഷ്യസ് ആണ്, ഭയങ്കര ഇൻട്രോവേർട്ടാണ്. പിന്നെ ഈ കാണുന്നതൊക്കെ ഒരു കഞ്ഞി കുടിച്ച് പോകാനുള്ള, എനിക്ക് മിണ്ടാതെക്കാൻ ഇഷ്ടം, ഒന്നിൽ ഇൻവോൾവ് ആവാതെ. സത്യം പറയുകയാണെങ്കിൽ ഓരോരുത്തർ വന്നിട്ട് എൻ്റെ അടുത്ത് പറയുമ്പോൾ എനിക്ക് ചിരിയാണ് വരിക. എന്നോട് പറയും എനിക്ക് ലക്ഷ്മണനെ പോലെ ആവണം, ട്രസ്റ്റ് മീ എന്നെ പോലെ ആവണ്ട, എനിക്ക് ഒരു കഴിവുമില്ല, എനിക്ക് ആകെ വെയിറ്റ് ലിഫ്റ്റിങ് മസിൽ ബിൽഡിങ് അറിയുള്ളൂ, എനിക്ക് വേറെ ഒരു കഴിവുമില്ല. ഒരു ചിത്രം വരയ്ക്കാനോ പാട്ട് പാടാനോ അറിയില്ല. ഇതാളെ അപ്പോൾ അതാണ്. അപ്പം എന്നെ നിങ്ങൾക്ക് എത്രയോ നല്ല ആൾക്കാരുണ്ട് ഇൻസ്പയറിങ് ആവാനും അവരെ പോലെ ആവാനൊക്കെ ശ്രമിക്കാൻ. എൻ്റെ സീനിയേഴ്സ് ഉണ്ട്, ബോഡി ബിൽഡിംഗ് ആണ്. അങ്ങനെ ഞാൻ വിശ്വസിക്കുന്ന എന്താ വെച്ചാൽ ഐ എം ട്രൈങ് ടു ഷോ ഓഫ് മൈ ഹാർഡ് വർക്ക് ആൻഡ് യു ഗൈസ് ആർ അപ്രിഷിയേറ്റിംഗ് ഇറ്റ്, ആക്സെപ്റ്റിംഗ് ഇറ്റ്. അതന്നെ എനിക്ക് വലിയ കാര്യമാണ്. പക്ഷെ ഒരാളെ ഇൻസ്പയർ ചെയ്യാൻ മാത്രം യോഗ്യനാണോ ഞാൻ എനിക്കറിയില്ല. ഓക്കെ, എ ഗുഡ് ഫിസിക് ഡസൻറ്റ് മീൻ ഐ എം സംബഡി ദാറ്റ് യു കുഡ് ടേക്ക് ആസ് എൻ ഇൻസ്പിറേഷൻ. അപ്പോൾ അതെനിക്ക് ഭയങ്കര എന്താ പറയുക, ഭയങ്കര സന്തോഷമാണ് നമുക്ക് അങ്ങനെ ആൾക്കാർ പറയുമ്പോൾ. ഐ ക്വസ്റ്റ്യൻ മൈസെൽഫ്, ട്രൈ ടു ഇൻസ്പയർ lot of other good people, good influences out there to inspire. എൻ്റെ ലൈഫിൽ നിന്നൊന്നും പഠിക്കാനില്ല, ജസ്റ്റ് എ ബോറിങ് ലൈഫ്, ഗെയിമിങ്, വർക്കൗട്ട് ഓൺലി, വേറെ ഒന്നുമില്ല. എൻ്റെ ആള് വന്നിട്ടുള്ള ആള് ഞാൻ വിചാരിച്ചപ്പോ തല ചരിച്ച് വിടുന്നു അതിൻ്റെ മുകളിൽ. Oh wow, beautiful people. കഴിഞ്ഞില്ലേ? പോവാ. അപ്പം വർക്കൗട്ട് ഏകദേശം കഴിഞ്ഞു. വർക്കൗട്ട് ഇസ് ഫിനിഷ്ഡ്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഏരിയാസ് ഒന്നും കവർ ചെയ്യാൻ, ഇറ്റ്സ് വിൽ ബി എ ഷോർട്ട് വീഡിയോ. ഐ എം ജസ്റ്റ് ബ്ലാ ബ്ലാ ബ്ലാ. എനിക്ക് കുറേ എന്തൊക്കെയോ പറയുന്നുണ്ടല്ലാതെ. ഇതാണ് ബേസിക് ലെഗ് വർക്കൗട്ട് വരുന്നത്. ആൻഡ് പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ അഡ്രസ്സ് ചെയ്യാനുള്ള എന്താണെന്ന് വെച്ചാൽ, എന്നോട് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഓൺലൈൻ ഫിറ്റ്നസ് ട്രെയിനർ അല്ലെങ്കിൽ നോർമൽ ഫിറ്റ്നസ് ട്രെയിനിങ് ഒരു എന്താ പറയുക ജീവിതമാർഗമാണോ? സോ യാ, ഇറ്റ് ഈസ് എ വെരി ഗുഡ് ജോബ്. ഞാനൊരു ഓൺലൈൻ ട്രെയിനറാണ് ആൻഡ് ഐ മേക്ക് എ ഡീസൻറ്റ് ലിവിങ് ഔട്ട് ഓഫ് ഇറ്റ്. എനിക്ക് അത്യാവശ്യം നല്ല എമൗണ്ട്, ഒരു ഫാമിലി റൺ ചെയ്യാനുള്ള എമൗണ്ട്, എൻ്റെ ചിലവ് നോക്കാനുള്ളതൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ. ഹോപ്പ്ഫുള്ളി ഐ ഡോണ്ട് നോ വെദർ ഇറ്റ് ഗോ ഡൗൺ ഓർ അപ്പ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഓഫ്ലൈൻ ട്രെയിനിങ് എടുക്കും. സോ ഓൾ ദ എല്ലാം ഇപ്പോൾ ഏത് സർട്ടിഫിക്കേഷൻ എടുക്കാൻ വെച്ചാൽ ലോട്ട് ഓഫ് സർട്ടിഫിക്കേഷൻസ്, എയ്സ്, റെപ്സ്. അപ്പോൾ അതിന് വേണ്ട അക്കാഡമീസിനെ ബന്ധപ്പെടുക. എന്നിട്ട് നിങ്ങൾ എടുത്തിട്ട് നിങ്ങൾക്ക് എന്തായാലും നല്ല ട്രെയിനറാണ്, അത്യാവശ്യം കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, നോളജ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ക്ലയൻസിനെ കിട്ടും. പിന്നെ ഫിസിക് ഉണ്ട്, ഇറ്റ്സ് ബെറ്റർ. ഫിസിക് ഇല്ലെങ്കിലും കുഴപ്പമില്ല, യു ഹാവ് എ നോളജ് ആൻഡ് എക്സ്പീരിയൻസ്, ഇറ്റ്സ് വെരി ഗുഡ്. നിങ്ങൾ പഠിച്ചിട്ട് നിങ്ങൾക്ക് അത് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല മാർജിൻ ഉണ്ടാക്കാൻ പറ്റും. ക്ലെവർ ആയിരിക്കണം, സാധനം എങ്ങനെ മാർക്കറ്റ് ചെയ്യണം എന്നുള്ള ബുദ്ധി വേണം. അങ്ങനെ ഉണ്ടെങ്കിൽ സുഖമായിട്ട് രക്ഷപ്പെടാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ എല്ലാ ഏരിയാസും കവർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഹാംസ്ട്രിങ് ആണ് കഴിഞ്ഞ, ഗ്ലൂട്ട്സും അഡക്റ്റേഴ്സും ഒക്കെ. സോ നത്തിങ് ടു ഷോ ആസ് എ പമ്പ്. പാൻറ് ഊരാൻ താല്പര്യമില്ല അപ്പോൾ തൽക്കാലം ഇന്നത്തെ ദിവസം.
Yeah, thank you guys for watching. Like, share, and subscribe. I'm sorry for this kind of a lagging video, but hopefully I'll bring it up. ഇന്ന് എനിക്ക് ഇങ്ങനെയും ദിവസങ്ങൾ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. So yeah, peace out and enjoy your workout. Bye.